ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങളിൽ ആശംസ പറയുക. ഏതുപോലെ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം ഒരു ചങ്ങയ്ക്ക് കിട്ടി, ഹിന്ദുവിന് ക്രിസ്ത്യാനിക്കല് മുസ്ലിക്കിന് പോലെ എന്ത് ചെയ്യാം, നമുക്ക് ആശംസ പറയാം. അല്ലെങ്കിൽ കാണാതെ ഒരാളെ കിട്ടി, അവർക്ക് ഭയങ്കര സന്തോഷമാവല്ലോ. കാണാതെ പോയൊരാള് കുറെ കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നു, അതിന്റെ ആശംസ നമുക്ക് പറയാം. നൈലു വദീഫ, ഒരു ചങ്ങായിക്ക് ജോലി കിട്ടി പറയാം. ഇത് അനുവദനീയമാണ്. രണ്ടവസ്ഥ അനുവദനീയമാവുന്നത് രണ്ട് ഹാലിൽ മാത്രം. ഒന്ന്, പകരത്തിന് പകരം എന്ന നിലക്കാണെങ്കിൽ, അതായത് ഒരു കാഫിർ മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് ആ വിഷയത്തിൽ മുമ്പ് ആശംസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, പറയാം. അല്ലാണ്ട് അങ്ങോട്ട് തുടങ്ങല് അനുവദനീയമാണ്. മുഅ്മിൻ മുഅ്മിനാണ്, കാഫിർ കാഫിർ, ആദർശപരമായി. രണ്ട്, അങ്ങനെ ഒരു ആശംസ പറയൽ കൊണ്ട് ശർഈയായിട്ട് എന്തെങ്കിലും ഒരു ഗുണം ആ മുസ്ലിമിന് കിട്ടുമെങ്കിൽ, അത് ഏതുപോലെ അയാൾക്ക് അത് കേട്ടിട്ട് ഇസ്ലാമിനോട് ഒരു താല്പര്യം വരാനോ, ഒരു സ്നേഹം വരാനോ, കൂടുതൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് കേൾക്കാനുള്ള ആഗ്രഹം വരാനോ പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യാം, ആശംസ വാക്ക് അങ്ങോട്ട് പറയാം. ഇല്ലെങ്കിൽ പകരത്തിന് പകരം ഇങ്ങോട്ട് പറഞ്ഞെങ്കിലേ തിരിച്ചങ്ങോട്ട് ആശംസ പറയാവൂ. അങ്ങോട്ട് പോയിട്ട് തുടങ്ങലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഖിദ്മത്ത് ചെയ്ത ആ ജൂതനായ രോഗിയെ, ചെറുപ്പക്കാരനെ സന്ദർശിച്ച പോലെ, അത് മുകാഫഅത്താണ്. നബിക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പോയിട്ട് എന്ത് കണ്ടു. പിന്നെ അതിന് ശർഈയായ മസ്ലഹത്തും ഉണ്ട്. നബി പോയിട്ട് എന്ത് പറഞ്ഞു, അസ്ലിം തസ്ലം, വല മുസ്ലിം ആയിക്കോളൂ. ആ മുസ്ലിം ആയിട്ടാണ് പിന്നീട് മരണപ്പെടുന്നത്. അതിന് ഇതൊക്കെ എന്ത് ചെയ്യും, അനുവദിക്കപ്പെടും. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.